നിങ്ങൾ ഈ കാണുന്ന ആയത്ത് ഒന്ന് ഓതി നോക്കിയേ. സൂറത്തുൽ അഹ്ഖാഫിലെ 4-ാമത്തെ ആയത്താണത്. അതിൻ്റെ ഒരു ഭാഗമാണിത്. അം ലഹും ശിർക്കും ഫിസ് സമാവാത്ത്. ഇനി ബാക്കിയുള്ള ഭാഗം എങ്ങനെയാണ് ഓതേണ്ടത്? എങ്ങനെ എങ്ങനെ ഇത്തൂനി ഉത്തൂനി രണ്ടും ശരിയല്ല. അവിടെ ഓതേണ്ടത് ഈത്തൂനി എന്നാകുന്നു. ഈത്തൂനി ഫിസ് സമാവാത്ത് എന്നിടത്ത് നിർത്തിയാൽ ഈത്തൂനി എന്നാണ് ഓതേണ്ടത്. കാരണങ്ങളൊക്കെ വിശദമായി പറയേണ്ടതാണ്. പക്ഷേ പലർക്കും തെറ്റുവരാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഇത്. ഇങ്ങനെ എത്രയെത്ര പദങ്ങൾ ഖുർആനിലുണ്ടെന്നറിയോ? ഒരുപാട്. ഇതേപോലെയുള്ളതു തന്നെ 8ഓളം സ്ഥലങ്ങളിൽ വേറെ കാണാം. ചുരുക്കത്തിൽ നിയമങ്ങളൊക്കെ പാലിച്ച് ഓതുമ്പോഴും ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് ഈ വിശുദ്ധ റമദാനിൽ അങ്ങനെയുള്ള, അതായത് ശ്രദ്ധിച്ചോതിയാൽ മാത്രം ശരിയാവുന്ന 500-ലധികം കലിമത്തുകളുടെ ഒരു പഠനം നടത്താം. ഷിഫായയിൽ അസാസി എന്ന കോഴ്സിലൂടെ നമുക്കതൊക്കെ പഠിക്കാം. കൂടുതൽ അറിയാൻ താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി.